ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഞണ്ട് റെസിപ്പി ആയാലോ? കഴിക്കാൻ കുറച്ച് പാടാണെങ്കിലും ഞണ്ടിൻ്റെ ടേസ്റ്റ് കൊണ്ട് നമുക്കൊരിക്കലും വേണ്ടാന്ന് വയ്ക്കാൻ പറ്റാത്തൊരു വിഭവമാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കേതായാലും വീഡിയോയിലേക്ക് കിടക്കാം. കറി വെക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഞണ്ടാണ്. കാലും നടുഭാഗമൊക്കെ വെവ്വേറെ ആയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ള ഞണ്ടാണ് നമ്മളിന്നിവിടെ കറി വെക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് മൺചട്ടിയാണ് ഏറ്റവും നല്ലത് ഞണ്ട് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മൺചട്ടി അടപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്താൽ മതി, മറ്റുള്ള എണ്ണകളൊന്നും ഈ ഞണ്ട് കറിയിൽ യൂസ് ചെയ്യേണ്ട. വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 2 പച്ചമുളക് നടുവേ കീറിയത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് നല്ല ഫ്രഷായ കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. സവാള ഇപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി കരിഞ്ഞു പോവാതെ നോക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് തലപ്പൊടികളൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഉരുളക്കിഴങ്ങ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് ഞണ്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 ഞണ്ടാണ് എടുത്തിരിക്കുന്ന, നല്ല ക്ലീനാക്കി എടുത്തിട്ടുള്ള ഞണ്ടാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ഞണ്ടും മസാലയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവുന്നത് വരെ. ഞണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഉരുളക്കിഴങ്ങ് ജസ്റ്റ് വേവുന്നത് വരെ നമ്മൾക്ക് ഇടക്കിടക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് നമ്മളുടെ കറി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല വെള്ളമൊക്കെ വറ്റി, നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്കൊരു ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. നമ്മൾക്ക് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഗ്രേവി എല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ നല്ല ഫ്രഷായ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞണ്ട് ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഈ ഉരുളക്കിഴങ്ങ് വരെ ഈ ഞണ്ടിൽ കിടന്ന് വെന്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.